ഇതെന്ത് ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോകുന്നവര്? നൈറ്റ് മാർക്കറ്റിലോട്ടാണ് പോയിക്കുന്നത്. നിതീഷിനും എനിക്കും ചിക്കൻ ദോശയാണ്. ബെൽറ്റിയുടെ എനിക്കറിഞ്ഞൂടാ. ഇതാനായിട്ട് എയർഫോഴ്സിനെ വിളിക്കട്ടെ ഞാൻ. നിതീഷ് മെട്രോയിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഒരാൾക്ക് ഒരു പ്രാവശ്യം എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഞാനും എടുക്കേണ്ടി വരും, എൻ്റെ ഫോൺ ഉപയോഗിക്കേണ്ടി വരും. ഭയങ്കര ആൾക്കാർ. നമ്മൾ ക്യൂ നിൽക്കാൻ നേരത്ത് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ ഫോണുമായിട്ട് പോവുകയാണ്. നിതീഷിൻ്റെ ഫോണിൻ്റെ കയ്യിലാണ് QR കോഡ്. എല്ലാവരുടെ കയ്യിൽ ഹാർഡ് കോപ്പിയാണ്, നിതീഷിൻ്റെ കയ്യിൽ ഫോണാണ്. നോക്കാം കയറ്റി വിടും എന്തോ. മതി. ഡൗട്ടോ നിനക്ക്? അപ്പം അത് ഫോൺ എനിക്ക് തരണം കേട്ടോ. നീ ഇറങ്ങിപ്പോ. നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. ഈ ട്രെയിൻ ഇവിടെ വരെ ഉള്ളു. നമ്മളിപ്പോൾ നിൽക്കുന്ന ആലുവയിലാണ്. സോ ആലുവയിൽ നിന്നാണ് സ്റ്റാർട്ടിങ് മെട്രോ, അല്ലെങ്കിൽ തീരുന്നത് അല്ലേ? എന്തെങ്കിലും ഒന്ന് പറയാം മകം. ഭയങ്കര വെട്ടമല്ലേ? അപ്പം മാറിയതെണ്ടടാ അങ്ങനെ അടിച്ചപ്പോൾ ക്യാമറ ട്രിക്ക്. ജോയിലൊരു കില്ലാടി തന്നെ കണ്ട്. വെട്ടം കൂടുതലാണ്. അതിന് മാറുന്നില്ലല്ലോ. ആദ്യം മാറിയതായിരുന്നു. പോട്ട്. അത്യാവശ്യം നല്ല ആൾക്കാർ. അത് സ്റ്റേഷനൊക്കെ കാണിക്കും. സോ നമുക്ക് എത്തേണ്ടത് ഇടപ്പള്ളിയിലാണ്, 8ാമത്തെ സ്റ്റേഷൻ. കൊള്ളാല്ലേ? ട്രെയിൻ പോലെ. ഇത് മെട്രോയുടെ എങ്ങോട്ട് പോകുന്നത്? വെളിയിലോട്ട് പോവാം. മെട്രോയിന് നേരെ ലുലിലോട്ട് കയറുന്നത്. സോ മെട്രോയിന് നേരെ ലുലിലോട്ട് കയറുന്നൊരു പാസേജാണിത്. നമ്മളിപ്പം എടപ്പള്ളിയിൽ വന്നിട്ടുണ്ട്. ആലുവയിൽ നിന്ന് കയറി എടപ്പള്ളിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ലുലിലോട്ട് കയറാൻ പോവാണ്. ഫുഡ് കഴിക്കണം. നിതീഷിൻ്റെ വീട്ടിലെടുക്കാൻ നമുക്ക് ബാങ്കോക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ബാങ്കോക്ക് പ്രണയിനിയെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ താടിക്കൈയും കൊടുത്തിരിക്കുന്നത്? ഇതല്ല, അത് അപ്പുറത്തേക്കുന്നത്. ഇതൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അല്ലേ? നമ്മുടെ പാക്കേജിൽ വരുന്നതാണ്. ചീസ് രാജകുമാരി ഹോട്ടൽ. ദിസ് ഈസ് അവർ ഹോട്ടൽ ഇൻ എറണാകുളം അങ്കമാലി. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫോണിൻ്റെ അല്ലേ നമ്മുടെ ഇതിൻ്റെ ക്യാമറയുടെ മെമ്മറി കാർഡ് എടുക്കാൻ മറന്നുപോയി. രണ്ടാമത് വീണ്ടും വന്ന് ഹോട്ടലിൽ പോയി എടുത്തു. മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു. ആരും പേജിലൊന്നും കയറിയില്ല. സോ ചെറിയൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ 8 മണിക്ക് എയർപോർട്ടിൽ കയറുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ 8:10 ആയിട്ടുണ്ട്. സോ കയറാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് മെമ്മറി കാർഡ് മിസ്സായിപ്പോയി. അങ്ങനെ നോക്കിയില്ല. ഇപ്പുറത്തെ കൂടെ പോകണം. നമ്മൾ പോകുന്നതിന് മുമ്പുള്ള സപ്പർ കഴിക്കാൻ പോവാണ്. ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവർഡ് ബൈ സോളാർ എനർജി. ഓഹോ, എടുത്തെന്നാണ് വിശ്വാസം. പാസ്പോർട്ട് ടിക്കറ്റ് ഉണ്ട്. ടെർമിനൽ 3 ഇന്റർനാഷണലിലേക്കാണ് പോണേ. ആ ഓക്കെ. Take the next left onto Airport Road. എത്തിയിട്ട് വിളിക്കണേ. 150 meters at the roundabout. Continue straight to stay on Airport Road. ബ്രോ, നമ്മൾ എയർപോർട്ടിൽ എന്തിനു വന്നു? എവിടാടാ? ഗൈസ്, നമ്മളൊന്ന് പ്ലെയിനിൽ കയറാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനെക്കാട്ടിയും തിരക്കല്ലോ. ഇതോ നോക്കി, എന്തോ ഒരു ആൾക്കാരാന്ന് നോക്കി. നമ്മൾ വണ്ടി ഉരുട്ടി പോവാണ് ഗൈസ്. നിതീഷ് എന്നെ വിളിക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കര തിരക്ക്. ക്യൂ എന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിതീഷ് കുറേ അടുത്ത് പോയിട്ടുണ്ട് ഗൈസ്. UAE കുറേ പ്രാവശ്യം പോയേക്കുന്നത്. എൻ്റെ പാസ്പോർട്ടിൻ്റെ അകത്താണെങ്കിൽ ഒരു ആയത്തേയും പതിഞ്ഞിട്ടില്ല. നിതീഷ് കുറേ സ്റ്റീലുണ്ട് കേട്ടോ. ഓഹോ, നിതീഷ് ചില്ലറക്കാരനല്ല. സോ ഞാൻ നിതീഷായിട്ടാണ് പോകുന്നത് ഗൈസ്. വണ്ടിക്കകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് പ്ലെയിനിൽ കയറിയപ്പോൾ നോക്കിയാണ്ടോ നമ്മൾ തിരക്കാൻ നോക്കിയാൽ ക്യൂ ഉണ്ടോ ഗൈസ്? നമ്മുടെ ഇവിടുത്തെ ക്യൂ ആണ്.
സോ എൻ്റെ ബാഗിലും ആൾക്കാരുണ്ട്. ഇത് ഇത്രയും നമ്മുടെ സ്ഥലത്തോട്ട് പോകുന്ന ആൾക്കാരായിരിക്കണം. ഇത് ഇവരെല്ലാം നമ്മുടെ അടുത്തോട്ട് പോകുന്നവരാണ്. അല്ലല്ല, നമ്മൾ ഒരു പ്ലെയിൻ നമ്മുടെ പ്ലെയിനിൽ കയറുന്നവരൊക്കെ അങ്ങോട്ടുള്ളവരായിരിക്കുമല്ലോ. ഗൈസ്, നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. നിതീഷ് ദോ പോകുന്നു. സോ നമ്മളെ യാത്രയാക്കാനൊന്നും ആരും വന്നിട്ടില്ല. സോ നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും വേണ്ടി ടാറ്റ അയക്കുവാണ്. ഓക്കെ, നമ്മൾ കേരളത്തിൽ നിന്ന് വിട വാങ്ങുകയാണ് ഗൈസ്. ഓക്കെ, യെസ്, അതവിടെ പിടിക്കൂടാ. എയർപോർട്ടിനകത്ത് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇവിടെ എന്തോ ഇവിടെയും ക്യൂ, വേറെ ക്യൂ. ഞാനും ആദ്യമായിട്ടാണ് കൊച്ചി എയർപോർട്ടിൽ. നിതീഷ് ആദ്യമായിട്ടാണ്. ലോകത്തുള്ള എല്ലാ എയർപോർട്ടുകളിലും കൊച്ചി ഞാൻ ആദ്യമായിട്ടാണ്. എന്തുകൊണ്ട് അവിടെ വേറെ ക്യൂ? ഇനിയാണ് ചെക്കിൻ. ഇത് ചെക്കിൻ അല്ല, ഇത് നമ്മൾ എയർപോർട്ട് പാസ് ചെയ്തത് വെയിറ്റ് ചെയ്തേ ഉള്ളൂ. ഇനിയാണ് ബോർഡിംഗ് പാസ്. എന്തോ ഇതിൽ ബോർഡിംഗ് പാസ് എടുക്കേണ്ടത്. ഗൈസ്, എനിക്ക് ആദ്യം ഇമിഗ്രേഷൻ കിട്ടി. ഗൈസ്, നിതീഷിൻ്റെ ബാഗിൽ ഇഡലിപ്പൊടി ഉണ്ടായതുകൊണ്ട് പിടിച്ചിരിക്കുകയാണ് നിതീഷിനെ. അപ്പോൾ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. കയ്യിൽ ഇഡലിപ്പൊടി വെച്ചതിൻ്റെ കുറ്റത്തിന് നിതീഷിൻ്റെ ബാഗ് അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. സോ ഇനി അത് ചെക്ക് ചെയ്തിട്ട് വിടത്തോളൂ. ഗൈസ്, നമ്മുടെ ഫ്ലൈറ്റ് ഇതുകൊണ്ട് അവിടെയാണ്, കിട്ടാൻ പാടാണ്. അപ്പോൾ നമ്മളിപ്പം ലോഞ്ചിൽ ചെക്കിങ്ങും ബോഡി പാസും എല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാൻ നിതീഷുണ്ട്. ഓക്കെ, ഞാൻ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്നെ ഓർത്ത് കണ്ടില്ല ഗൈസ്. ഓക്കെ, വിളിക്കുന്നുണ്ട്. നമ്മളിവിടെ ഇന്നിങ്ങനെ ഫ്ലൈറ്റ് വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്ലെയിനെ നമുക്ക് ഇങ്ങനെ ഈ ഒരു വ്യൂ ഇനി അകത്ത് കയറുന്ന സമയത്ത് കാണാൻ പറ്റത്തില്ലോ. ഇങ്ങനെയാണ് കയറുന്നത്. കണ്ട് ഇതിൻ്റെ കണക്ക് പാലം പൈപ്പ് ലൈനിൽ കൂടെ. അതുകൊണ്ട് അവിടെ ഫ്ലൈറ്റ് കാണുമ്പോൾ ചെറുതായിട്ടുണ്ടല്ലേ, വലുതാണ്. സോ ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുവാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നില്ലേ. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ്. ഒരു ഫ്ലൈറ്റ് പോകുന്നത് കാണാൻ വയ്യ ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോടാ? ഓടുന്നുണ്ടോ ലൈറ്റ്? ദാറ്റ് വാസ് എ ഫ്ലൈറ്റ്. പൊങ്ങും അല്ലേ? ഓ, ഏകദേശം ഒരു 200-300 കിലോമീറ്റർ ആയി. ഓ, പൊങ്ങി പറന്നുപോയി അത് ഗൈസ്, അത് പറന്നുപോയി. ഓക്കെ, നമ്മുടെ സോൺ 2 ഇതായിട്ടുണ്ട്. ജോയ് ഗൈസ്, നമ്മൾ കയറി ഗൈസ്. നമ്മൾ വഴിയൊക്കെ നടന്ന് പോകണം. കുറേ നടക്കമുണ്ട്. ഇതെല്ലാം നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇനി ഫ്ലൈറ്റിൻ്റെ അകത്ത് കാണിക്കാൻ ഗൈസ്. സസ്പെൻസ് ആയിക്കോട്ടെ. എന്നെപ്പോലെ നിങ്ങൾ സസ്പെൻസ് അല്ലെങ്കിൽ ത്രില്ഡാന്ന് എനിക്കറിയാം. ഓക്കെ, നൈറ്റ് ആയതുകൊണ്ട് കുറച്ച് വീഡിയോ ക്വാളിറ്റി കുറവായിരിക്കും. ഏതൊരു കൊച്ചൊറ്റയ്ക്കുണ്ടെന്ന് നമുക്ക് ആ കൊച്ചിന് പറഞ്ഞു. ഏതാ ഗൈസ് കയറിയിട്ടുണ്ട്. സോ ഇതാണ് ആ എക്സ്ട്രാ ഫിറ്റിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൽ കൂടെ കയറുമ്പോഴാണ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് എത്തുന്നത്. ഇതിലേടാ ഗൈസ്, ഇത്ര നേരം നമ്മൾ നടന്നു വന്നായിരുന്നു. ഇനി ക്യൂ ആയി. ഇപ്പോൾ ചെക്കിംഗ് ആണ് ഗൈസ്. എത്രയോ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ. എൻ്റെ പ്ലെയിൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ, നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഈ സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സ്ലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. എന്തായാലും വിൻഡോ സീറ്റ് അല്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ആ കാഴ്ചയിൽ കാണിക്കുന്നത്. പോരാത്തിന് നൈറ്റ് ആയതുകൊണ്ട് വിൻഡോ സീറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ക്യാബിൻ ക്രൂസിലുള്ള ആൾക്കാരൊക്കെ കയറി. ആൾക്കാരെ ഉള്ളു. ചേച്ചി എന്നെ ഗായ്സ്, നമ്മുടെ സീറ്റ് അങ്ങ് ദൂരെ ഇവിടെ ബാക്കിലാണ്. ബുക്ക് ചെയ്തേക്കുന്നിട്ട് ബാക്കിലാണ്. ഇവിടെ ആരും ഇല്ലെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറിയിരിക്കല്ലേ ഗൈസ്. ഇവിടെയാണ് നമ്മുടെ സീറ്റ്. ഞാനിവിടെ നിതീഷ് അവിടെ. വിൻഡോ സീറ്റിൽ ആരും നടന്നുകൂടാ. മഴയൊക്കെ പെയ്ത് വിൻഡോ ഒക്കെ നനഞ്ഞിരിക്കുകയാണ്. ബെൽറ്റ് ഇടാൻ എനിക്കറിഞ്ഞൂടാ. സോ ഇതാണ് എയർ ഫോഴ്സസ് വിളിക്കട്ടെ ഞാൻ. ഇവരിട്ട് അറിയാവുന്ന കൂടെ ഉള്ളത് കുഴപ്പം ഇല്ലെങ്കിൽ അവരൊന്ന് ഇട്ട്. അങ്ങനെയാണ്. ഇവിടെ അല്ല, ഇവിടെ ആയിരിക്കും. പോടാ, അങ്ങനെയാണ്. അങ്ങനെ അറിഞ്ഞൂടാ കേസ്. എനിക്കറിയാം. ഇത് എങ്ങനെ കളിച്ചാൽ മതി. പിന്നെ വരാം. എന്തായാലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഊരാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. നമ്മളങ്ങനെ തായ്ലാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മറ്റേ
നമ്മളെ ഇറക്കി വിട്ടിട്ടുണ്ട്. നമ്മളെ ഫ്ലാറ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. ഓക്കെ, ഇതിനകത്ത് കയറ്റണമെങ്കിൽ നമ്മൾ നമ്മുടെ ചേട്ടനെ, നിതീഷിൻ്റെ ചേട്ടനെ വിളിക്കണം. അരമണിക്കൂർ മുമ്പ് വിളിക്കാൻ പറഞ്ഞാൽ നമ്മളിവിടെ എത്തിയിട്ടാണ് വിളിക്കുന്നത്. കൊള്ളാം അല്ലേ, നല്ല രസമുണ്ട്. അടുത്ത് തന്നെ ഒരു മെട്രോ ആണോ ഓവർ ബ്രിഡ്ജ് ആണെന്ന് അറിയാമോ? മെട്രോ ആണെന്ന് തോന്നുന്നു. മെട്രോ ഉണ്ട്. സോ ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഫ്ലാറ്റ് വന്നതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ പരിപാടിയാണ് ഗൈസ്. നിതീഷ് ഗെയിം കളിക്കുന്നു. SD കാർഡ് ഇൻസ്റ്റാളിങ് ഗൈസ്. ഇപ്പം നമ്മൾ നിതീഷിൻ്റെ ചേട്ടൻ്റെ ഫ്ലാറ്റിലാണ്. ഇവിടെ നമ്മൾ ഏകദേശം ഒരു 12-11 മണി വരെയൊക്കെ കടന്നതിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലോട്ട് പോകുന്നതായിരിക്കും. അവിടെ നമുക്ക് ഹോട്ടൽ ബുക്കിംഗ് വന്നിരിക്കുന്നത് 12 മണിക്ക് ശേഷമാണ് നമുക്ക് ചെക്ക് ഇൻ വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും. നിതീഷ് ഉറങ്ങിയാണ്, കിടക്കും, ചുമ്മാ ഉറങ്ങിയിട്ടില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ എത്തിയിട്ടുള്ളൂ ഗൈസ്. നമ്മൾ നിതീഷിൻ്റെ ചേട്ടൻ അരുൺ ചേട്ടൻ്റെ അവിടെ നിന്ന് ഫ്ലാറ്റിൽ നമ്മൾ ഇറങ്ങിയത് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. നിതീഷ് മാറില്ല, നമ്മളോട് നിതീഷ് ബാക്കിലുണ്ട്. നമ്മുടെ അവിടെ നിന്ന് നമ്മുടെ ഡ്രൈവറാണ്, ക്യാബിലെ ചേട്ടനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സുറിയാൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ഓക്കെ, നമ്മളിവിടെ വന്നിട്ട് പരിചയപ്പെടുന്ന രണ്ടാമത്തെ ആളാണ്. ആദ്യം നമ്മൾ ഇവിടുത്തെ ചേട്ടനെ പരിചയപ്പെട്ട് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. സോ നീ ആയിരുന്നു നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നത്. അതിനുശേഷം നമ്മൾ സുറിയാനെയാണ് പരിചയപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നമ്മുടെ ഹോട്ടലിലോട്ട് പോവുകയാണ്. സോ അത് 12 മണിക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പം നമുക്ക് ഇവിടുത്തെ ടൈം 11:30 നാട്ടിലെ ടൈം 10:15 അപ്പോൾ 11:45 കാണും ഇവിടെ അല്ലേ. ഓക്കെ, 1.5 മണിക്കൂറത്തെ ഡിഫറൻസ് ആണ് ഉള്ളത്. ഓക്കെ, നമ്മൾ നമ്മുടെ ഫ്ലാറ്റിൽ എത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് ഇവിടുത്തെ ഒരു മാളാണ്, റോബിൻസൺ സെൻട്രൽ മാൾ എന്നാണ് പറയുന്നത്. വലുതുമാണ് കേട്ടോ, കൊള്ളാം. നമുക്ക് ഇവിടെ കയറണം. ഓക്കെ ഗൈസ്, ഇത് അടുത്തൊരു മാളാണ്, ഫോർച്യൂൺ മാള്. ഓക്കെ, സോ ഇവിടെ നിന്ന് നമ്മളൊക്കെ ഒന്ന് വരേണ്ടി വരും. ഇവിടെ കുറേ സാധനങ്ങൾക്ക് വില കുറവാണ് പറഞ്ഞു. അപ്പുറം ഇപ്പോൾ 2 മാളായിട്ടുണ്ട്. ഇവിടെ ഒരു മാളുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു മാളുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് കാറിന് കൊടുക്കാൻ ചേഞ്ച് ഇല്ലായിരുന്നു. അപ്പം നമ്മൾ പോയി ചേഞ്ച് മേടിച്ചിട്ടുണ്ട് ഒരു കടയിൽ നിന്ന്. ഓക്കെ, റോഡ് ക്രോസ് ചെയ്യണം. ഇവിടെ ചെറിയ റോഡുകളിൽ പോലും നല്ല ട്രാഫിക്കാണ്. കണ്ടില്ലേ, വണ്ടി എപ്പോഴും വന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഓ, ബൈക്കുകളൊക്കെ റാലിയായിട്ട് വരുന്നു. നിതീഷാണ് നമ്മുടെ ക്യാഷ്യർ. ഞാൻ പിന്നെ ചേഞ്ച് മേടിച്ചതേ ഉള്ളൂ. നിതീഷ് കൊടുത്തു. നമുക്ക് ഇവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് 80 രൂപ ആയിട്ടുണ്ട്. സോ നമ്മൾ 80 കൊടുത്തു. ഓക്കെ, ബൈ സിറിയൻ. എൻ്റെ ഫോൺ കിട്ടി. ഓ നിതീഷ്, നമ്മൾ ഹോട്ടലിൻ്റെ വഴി മിസ്സായി പോയിട്ട് നമ്മൾ നിതീഷ് ഇതാ ഗൂഗിൾ മാപ്പിൽ ഡിറക്ഷൻ കാണിച്ചുകൊണ്ട് പോവുകയാണ്. അതിൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് നമ്മളത് നോക്കിയത് ഗൈസ്. അപ്പോൾ ഹോട്ടൽ പറഞ്ഞ് തിരിയടാ വലത്താട്ട് തിരിയടാന്ന് പറഞ്ഞോ. ഫോണിൽ ലൊക്കേഷൻ വന്നിരിക്കുകയാണ്. ഓഹോ, ഇതാണ് ഗൈസ് നമ്മുടെ ഹോട്ടൽ. ഓക്കെ, നമ്മൾ ഹോട്ടലിലോട്ട് കയറാം. ഫൈനലി വി ഫൗണ്ട് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹോട്ടലിൽ തന്നെ ഇരുന്ന് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, റിസപ്ഷൻ. പുള്ളി എന്തിനാ പറഞ്ഞു, ഇവിടെ റിസപ്ഷൻ ആരും ഇല്ല, നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഗൂഗിൾ മാപ്പ് വെച്ച് തിരി ഇങ്ങനെ തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആടേക്കുന്ന ഹോട്ടൽ. 3D എന്താ 3D സ്ട്രീറ്റ് വ്യൂ, ലൈവ് വ്യൂ. ഓക്കെ, നമ്മുടെ നാട്ടിലില്ലേ ഗൈസ്. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ വേണ്ട ഈ കിറ്റ് കാണുന്നുണ്ടോ, മസാജാണ്. നമുക്കപ്പോൾ വേറെ എവിടെ തേടി പോകണ്ട, അടുത്ത് തന്നെ മസാജ് സെൻ്റർ ഉണ്ട് ഗൈസ്. അതുപോലെ നമ്മൾ ഇവിടെ വന്ന് ചേഞ്ച് ചോദിച്ചപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചേഞ്ച് തന്നു. ഒരു ഇതും പറയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചേഞ്ച് ചോദിച്ചാൽ തരത്തില്ല. ഇതിൻ്റെ ബാഗ് തുറന്ന് നടക്കണടാ. ഓക്കെ, ഞങ്ങൾക്ക് റിസപ്ഷനിൽ ആൾ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്, നമ്മുടെ 2 പാസ്പോർട്ടും. സോ അവർ കോപ്പി എടുത്തിട്ട് തിരിച്ചു തരുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, നിതീഷ് ഈസ് ഫില്ലിങ് സം തായ്ലാൻഡ് ഫോംസ്. ഇംഗ്ലീഷും ഉണ്ട് അതിൻ്റെ അതിൽ. നെയിം, ബർത്ത്, ഒക്കുപ്പേഷൻസ്, കമ്പനി അഡ്രസ്സ്, ടെലിഫോൺ നമ്പർ. ഇവിടുത്തെ നമ്പർ കൊടുത്താൽ മതി. അറിഞ്ഞൂടെ? ഓഹോ, എൻ്റെ നമ്പർ കൊടുക്കുന്നത് ഇവിടുത്തെ. ഞങ്ങൾ 2 പേര് സിം എടുത്തിട്ടുണ്ട് ഗൈസ് ഇവിടെ. ഓക്കെ, ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് നമുക്ക് റൂമിൽ പോയി നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ലിഫ്റ്റ് ഇല്ല.
നമ്മൾ 5ാമത്തെ നിലയിലാണ്. സോ നമ്മൾ 4 കഴിഞ്ഞത് 5ാമത്തേലേക്ക് എത്തിയിട്ടുണ്ട്. 505 508 ആണ് നമ്മുടെ റൂം നമ്പർ. ഇവിടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും പറയുകയാണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഡേ 1 ഇൻ തായ്ലാൻഡ്. അവിടെയാണോ കണ്ട? ഇതൊരു കപ്പലിൻ്റെ ലുക്കില്ലേ ഗൈസ് നമ്മുടെ ഇത് കണ്ട ഫുള്ള് ഇവിടെ എല്ലാം റൂമുകളാണ്. കപ്പലിൽ കയറിയിട്ടുണ്ട് നിങ്ങൾ ഗൈസ്. നമ്മുടെ റൂം ലൈറ്റ് വെട്ടമില്ല ഗൈസ്. നമ്മുടെ ബെഡ്റൂം നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് ഇട്ടിരിക്കുന്ന കാരണല്ലേ. അപ്പോൾ നമുക്കൊരു TV ഉണ്ട്. ഓക്കെ, ഒരു ഡൈനിങ് ടേബിൾസ്, അറ്റാച്ച്ഡ് ബാത്റൂം. ഓക്കെ, കബോർഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഞാൻ വിളിക്കാം ഗൈസ്. ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ഓക്കെ, രാവിലെ തൊട്ട് അതായത് വെളുപ്പിനെ 3-4 മണി തൊട്ട് ഓട്ടമായിരുന്നു. 12 മണിയായപ്പോൾ ഞാൻ ഇവിടെ കയറിയിരിക്കുന്നത്. നാട്ടിലെ ടൈം 10:30. ഓക്കെ, ബായ്. അപ്പം നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടുത്തെ ടൈം എത്ര മണിയായിടാ? ഏകദേശം 3 മണിയാവാറായെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ ടൈം 12:15. സോ 1:15, 2:45, 3 മണിയായി. ഓക്കെ, ഫുഡ് അടിക്കാൻ പോവാണ്. അത് പോവുകയാണ് ഗൈസ്. ഇവിടുത്തെ സ്ട്രീറ്റാണ്. സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, ചിക്കനൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ ഗൈസ്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഇന്ന് ട്രൈ ചെയ്യുന്നില്ല അല്ലേടാ. ഇത് ഫസ്റ്റ് ദിവസമായിട്ട് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ KFC കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ നോർമലി നമുക്ക് കുഴപ്പമില്ലാതെ പോകും. എങ്കിലും നമ്മൾ നിങ്ങളെ ഫുഡ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വെജിറ്റബിൾ ഫുഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ നല്ല ചിക്കൻ ഉണ്ട്. ചിക്കൻ ഫുഡുണ്ട്. ചിക്കൻ ഇത് താറാവാണോ? അതിൻ്റെ തലയും കാര്യങ്ങളൊക്കെ അതേ കണക്കാനുണ്ട്. ഓക്കെ, ഇത് മേടിച്ച് കഴിക്കണം. അതിൻ്റെ തൊലി സെപ്പറേറ്റ് ഉണ്ട്. എല്ലാം പല രീതിയിലാണ് തോന്നുന്നു കഴിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരല്ലേടാ. നമ്മൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിക്കും. അത് അങ്ങനെയല്ല, ഇവിടെ തൊലി സെപ്പറേറ്റ് കൊടുക്കും. അതുപോലെ തന്നെ കഴുത്ത്, തൊട, അല്ലെങ്കിൽ അങ്ങനെ തല അല്ലേ, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെട്ടി വെച്ചേക്കുന്നത്. സോ അതിനെല്ലാത്തിനും സെപ്പറേറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഓക്കെ, നമ്മൾ വൈകുന്നേരം സ്ട്രീറ്റ് ഉണരാൻ പോകുന്നേ ഉള്ളൂ ഗൈസ്. എല്ലാവരും എന്താ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ തുടച്ച് വെക്കുന്നുണ്ട്. നമ്മളെ ഇച്ചിരി നേരത്തെയാണ്. എത്ര മണിയായി? ടൈം എത്രയായി? KFCയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇതാണ്ട് ഗൈസ്, നിതീഷ് ഇവിടുത്തെ മറ്റേ സ്ട്രീറ്റ് വ്യൂ ഒക്കെ ഇട്ടാണ് വരുന്നത്, കണ്ടില്ലേ മൊബൈലിൽ. അതിട്ട് നടക്കും. KFCയിൽ എത്തിയിട്ടുണ്ട്. നമുക്കപ്പം ഫസ്റ്റ് നമ്മൾ KFC കഴിക്കുവാണ്. അപ്പം ഫസ്റ്റ് ഡേയിൽ നമ്മുടെ ലഞ്ച് KFC ആണ്. രാവിലെ നമുക്ക് ദോശ ഉണ്ടായിരുന്നു. നമ്മളത് ബോംബിലി ദോശ, നമ്മളെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ദോശയായിരുന്നു. ഫസ്റ്റ് നമ്മുടെ വെളിയിൽ നിന്ന് കഴിക്കുന്നത് KFC ആണ്. KFCയിൽ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് ഓഫർ വല്ലതും ഉണ്ടെന്ന് കൂടെ നോക്കണം. സോ ഇനി ഫ്രൈഡേ ഓഫേഴ്സ് അല്ല വെനസ്ഡേ ഓഫേഴ്സ് അങ്ങനെ നോക്കടാ. ഇതാണല്ലേ ചോദിച്ചു. ഇന്നത്തെ ഓഫർ വരുന്നത് ഇവിടെ ഞെക്കണ്ടത്, ഇവിടെ അല്ല. നമ്മളത് കട്ട് ചെയ്തിട്ട് ഇതാണ്ട് ഇവിടെ ഞെക്കിയ ട്രാൻസ്ലേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരും. സോ അത് നമ്മളവരെ കാണിക്കാം. വെനസ്ഡേ ഓഫർ ഇല്ലെന്ന്. സോ അപ്പോൾ നമുക്ക് ദീസ് ആർ ദ അവൈലബിൾ ഓഫേഴ്സ്. ഓഫർ ഓൾ ദീസ് അവൈലബിൾ. ഈ മുറി ഇംഗ്ലീഷ് പറഞ്ഞാൽ ഓക്കെയാണ്. ഓക്കെ, നമ്മൾ ഗ്രാമർ ഒന്നും ഇടരുത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് റൈസിന് 99 ഉണ്ട്. മറ്റേ ബക്കറ്റ് ആണെങ്കിൽ ഇതിൻ്റെയൊക്കെ നമ്മൾ ഇതാണ് എടുത്തിരിക്കുന്നത്. 2 എണ്ണം നിതീഷിനും എനിക്കും. നിതീഷാണ് നമ്മുടെ ക്യാഷ്കാരൻ, കണ്ടില്ലേ, പൈസ മൊത്തം വെച്ചിട്ടുണ്ട് കയ്യിൽ. ഓക്കെ, ഇവിടെ നിതീഷ് പറയുന്നത് പെപ്സി നമുക്ക് റീഫിൽ ചെയ്യാനാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് എടുക്കാമെന്നൊക്കെയാണ് നിതീഷ് പറയണത്. സോ നമ്മൾ ഓർഡർ വന്നതിന് ശേഷം നമ്മളത് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സ് ഇവിടുത്തെ. ഇവിടെ KFC വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, പെപ്സി വന്നിട്ടില്ല. നിതീഷ് പെപ്സി തിരക്കി പോയിരിക്കുകയാണ്. നമ്മൾ ഓരോ ബർഗറും ഓരോ ഫ്രഞ്ച് ഫ്രൈസും ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പെപ്സി ഉണ്ട്. പെപ്സി അൺലിമിറ്റഡ് എന്നാണ് നമ്മൾ പറയണത്, എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നിതീഷ് പറഞ്ഞ പോലെ തന്നെ നിതീഷ് സ്വന്തമായി പെപ്സി എടുത്തുകൊണ്ടിരിക്കുവാണ്. ഓരോ ധാരധാരയായ ഒരു കപ്പ് നിറച്ച് ചോദിച്ച്. ഓക്കെ, അപ്പോൾ വീണ്ടും റീഫിൽ ചെയ്യാമെന്നാണ് ഇവൻ പറയണത്. നമ്മളപ്പോൾ മാക്സിമം എത്രത്തോളം റീഫിൽ ചെയ്യുമെന്ന് അറിയാം. ഇവൻ പെപ്സി ഒത്തിരി കുടിക്കുന്നതന്നെ. ഇവനെ പെപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി വീഴും. സോ എൻ്റെ സ്ട്രോയും കൂടെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. സ്വന്തം കട പോലെയാണ് നിതീഷ് പെരുമാറണത്.
കഴിച്ചിട്ട് വരാം. കഴിക്കുന്നത് നമ്മൾ നിങ്ങളെ കാണിക്കുന്നില്ല. ഓക്കെ, ലഞ്ചും വിത്ത് ഈവനിങ് സ്നാക്സും കൂടെ ഉൾപ്പെടെ നമ്മളങ്ങ് കഴിച്ച്. ഓക്കെ, എത്ര മണിയുടെ 2:15 ടൈം? 2:15 ആയുള്ളൂ, അപ്പോൾ കുഴപ്പമില്ല. 3 ഇവിടുത്തെ 3 മണി. ഓക്കെ, നമ്മൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിരുന്ന് റീൽസ് കാണുന്നത് ഇവൻ. ഓക്കെ, നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ എന്താണ് ഇതെല്ലാം ഫില്ല് ചെയ്യാൻ പറ്റിയായിരുന്നു. ഞാൻ ഇതും കഴിച്ചു. ഇത് ഡാർക്ക് വെബ്സി, ഇത് ലൈറ്റ് വെബ്സി, കുറേ ഇതുണ്ട്, 3-4 ഉണ്ട്. സോ ഞാൻ 2 കഴിച്ചോളൂ. ഓക്കെ, പോകണം. സെറ്റായി മോളെ, പിള്ളേർ സെറ്റായി. ഓക്കെ, അടുത്ത നമ്മൾ ഇനി സ്ട്രീറ്റിൽ കൂടെ നടക്കുവാണ്, തെരുവിലൂടെ. ബാഗടിച്ചോണ്ടോ നോക്കിക്കോണേ. ബാഗിൽ നമ്മുടെ ബാഗ് എപ്പോഴും ഫ്രണ്ട് കിട്ടേക്കണം കഴിച്ച്. നമ്മുടെ ഏതെങ്കിലും പോകുമ്പോൾ ബാഗ് എപ്പോഴും ഫ്രണ്ടിലായിരിക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. ഫ്രൂട്ട്സ് വെട്ടി വെച്ചേക്കുന്നുണ്ടോ കഴിച്ച്? പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. സോ ഫ്രൂട്ട്സിൻ്റെ കടയാണിത്. ഇതൊരു ചേച്ചി ഇരിപ്പുണ്ട് നമ്മളിവിടെ. ഗൈസ്, തായ്ലാൻഡിലെ ഡേ 1 വളരെ വലിയൊരു ഡേ ആയതുകൊണ്ട് തന്നെ പാർട്ട് 1 ആയിട്ട് ഇറക്കുവാണ്. ഡേ 1 വീഡിയോ പാർട്ട് 2 ഉടനെ ഇറങ്ങുന്നതായിരിക്കും. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.